നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കരുതെന്ന്. ഞാൻ പോവില്ല, ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുക്കട്ടെ. നല്ലൊരു ക്രിസ്മസ് അല്ലേ പപ്പ? ഒരു ക്രിസ്മസ് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനുള്ള നീ കയറിപ്പോടിയാത്ത. നിന്നോട് ഞാനാ പറഞ്ഞു കയറി പോകാൻ. കുടുംബത്തിന്റെ അധ്യക്ഷം കളഞ്ഞ് കുഴിവെട്ടുകാരുടെ മോനോട് ഒളിച്ചോടിയിരിക്കുന്നു. ഞാനും പിള്ളേരും കൂടെ പോയി തിരിച്ച് പിടിച്ചോണ്ട് വന്നതാണെന്ന്. എടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? എനിക്ക് മനസ്സിലായി നീ കേക്കല്ല കേറ്റായിരുന്നു. നിങ്ങളെ മോള് വല്ലവൻ്റെ ഒളിച്ചോടി പോയതിന് നിങ്ങളെ മൂത്ത മോൻ എന്നോട് കാവൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത് കേട്ടാ. വെച്ച് കയറ്റി തരും കേട്ടല്ലേ? യവനെ കൊണ്ട് അച്ഛൻ വരുന്നടാ. ഞാൻ അങ്ങനെയാണ് അച്ഛന്റെ അടുത്ത് പോകാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ എന്റെ അമ്മച്ചി ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണ് മനുഷ്യനാണ്. അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി രണ്ടെണ്ണം അടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, വഴി പിഴച്ച ജീവിതമാണെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം സാധാരണ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. നാളെ എടുക്കാം. എന്ത് എന്റെ പ്രമാണമല്ലേ? എടാ വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അയ്യോ 11ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനല്ലേ. നീ ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ അതിന് ഉത്തരം പറയണം. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ ആദാമിന് 2 മക്കളെ ഉള്ളൂ. ഒന്ന് കായേലും ഒന്ന് ഹാബേലും. അപ്പൊ അബുവോ? ഏതബു? ആദാമിന്റെ മകൻ അബു. എടാ അത് സലീംകുമാറിനോട് ഞാൻ ചോദിക്കാം. എന്നോടാണ് ചോദിക്കുന്നത്. സലീംകുമാറിന്റെ പടത്തിലെ കാര്യം. എന്റെ പൊന്നു മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോവടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോണത്. പിന്നെ അവിടെ ആരുമില്ലല്ലോ. കറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? ഇപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. എന്റെ മകനുണ്ടല്ലോ ജാക്സൺ, അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഈ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന് റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. വിളിക്ക്. അതാണ്. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. കറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു. പാടിക്കാണോ മക്കളെ? അതൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുന്നുകുന്ന കുന്നുകുന്ന കുത്തി. 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 കുന്നുകുന്ന കുത്തി ഹേ കുന്നുകുന്ന കുത്തി. കുന്നുകുന്ന കുത്തി ഹേ കുന്നുകുന്ന കുത്തി ഹേ കുന്നുകുന്ന കുത്തി. കുന്നുകുന്ന കുത്തി ഹേ. ഇവൻ പാടി തീരുകയും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുഞ്ഞുകുനെ കുത്താനായിട്ട്. ഇവന്റെ ഈ പാട്ടോടെ കേൾപ്പോ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. തിരിച്ചു പറഞ്ഞേ മോനെ.
मेरा झुमका उठा के लाया यार वे, जो गिरा था बरेली के बाजार में। मैं तो ठुमका लगा के शर्मा गई, बोली घूम कर बजा दे के मैं आ गई। मुझको लौटा के नाच ले, आजा नाच ले मेरी यार, तू नाच ले झनक झनक झनकार। हो नाच ले मेरे यार, तू नाच ले अब तो लुटा है बाजार। ഉപ്പ് കറുവാട് ഉറവച്ച സോറ് ഉപ്പ് കറുവാട് ഉറവച്ച സോറ് ഊട്ടിവിട നീ പോതും എനക്ക് മുത്തമിട്ട് നെത്തിയില്ല മാർബിട്ട് മത്തിയില്ല സെത്ത് വിട തോണുതടി എനക്ക് എന്റെ ദൈവമേ, എന്റെ അമേരിക്കൻ അച്ഛൻ വന്നു. എത്ര നാളെ അച്ഛാ കണ്ടിട്ട്. എടാ അച്ചായൻ അതല്ല, ഞാൻ അച്ചായ, ഇത് ഞാൻ കൊന്ന പെട്ടിയാ. അച്ഛാ ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ. എടാ ഇതൊന്ന് പിടിച്ചെടുക്കടാ, ഇതിനകത്ത സാധനം. ഓ അതിനകത്താണ് അച്ഛാ. എന്നാ പിടി. അടിപൊളി. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല, അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള. എന്റെ അങ്കിളിന് കൊടുക്കണം, പിന്നെ അവർക്ക് പേര് അതെ മറ്റേ ഇതേ ശല്യപ്പെടുത്താതെ അങ്കിളിന് കൊടുക്കണം. ഡി അതെ അതെ ശല്യപ്പെടുത്താതെ മൈക്കിൾ. എടി ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സോറി പറയാൻ വന്നതാ. എല്ലാവരും ഇങ്ങി വന്നേ, എല്ലാവരും ഇങ്ങി വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാണ്. പറ. കപ്പ തീർന്നു നമ്മള് വന്നിട്ട് അപ്പം തീർന്നു. ഒരു നോക്ക് പോലും കാണാൻ പറ്റില്ലോടി നമുക്ക്. നമ്മുടെ അപ്പം മരിച്ചു പോയി, അപ്പം മരിച്ചു പോയി. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. അപ്പൻ എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. മൈക്കിൾ വന്നോടാ. മൈക്കോ? മൈക്കിൾ വന്നോന്ന്. ആ അതാപ്പാ ഞാൻ വന്നപ്പാ. ഈ ആകെ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ മക്കളെ? എന്നാ പറ്റാ, അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാടാ. എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപൊളി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഇടൂടാ മക്കളെ. അപ്പച്ച അവിടത്തെ സ്റ്റാർ ഞാനല്ല, എന്റെ മേളിലൊരു സ്റ്റാർ ഇല്ല. വേറെ സ്റ്റാർ ഇല്ല. കേട്ടോ കാര്യം നിനക്കറിയോ? അവിടെ ഇവൻ ഭയങ്കര റേപ്പാണ്. ആവശ്യത്തിന് കാര്യം പറഞ്ഞു. പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും. ഈ സൈസ് പരിപാടി നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. മൈക്കിൾ ഒന്ന് പാടാ. ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് എനിക്കൊരു വിസ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ അവിടെ ഒന്ന് വരട്ടെ എന്ന്. ആ ചിക്കാഗോ നഗരത്തിലൂടെ ആ ന്യൂയോർക്കിലൂടെ ഒന്ന് തെരുവികളാണെന്നൊന്ന് പാടാൻ വേണ്ടി നല്ലൊരു സാധനം. ആ പെന്റഗൺ തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോവാണ് അവിടെ ചെന്ന്. ഞാൻ ഒന്നും പാടില്ല, ഞാൻ എവിടെയും പോകണം. നിങ്ങൾക്കൊന്നും ഒരു ശല്യം അകത്ത് പോയി മിണ്ടാതിരിക്കും. നീ സമയം ഞാൻ പറയാം. അപ്പൊ
എത്ര ഉണ്ടാ? ഇപ്പൊ 4 4 8 പേരുണ്ട്. അവരെ കാത്തോണ്ട് കൂട്ടരീസ് എല്ലാം കൊടുക്കും. സാന്താക്ലോസെല്ലാം പോയി എല്ലാം കുടിച്ചിട്ട് പോയി. ശരി ശരി. 1 2 3 4 5 6 7. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല കാര്യമുള്ളായിരുന്നു. സാന്താക്ലോസ് ഒക്കെ അനുഗ്രഹിക്കാറ്. എന്തെങ്കിലും പിടിക്കണം. അവൻ അമേരിക്കയിൽ നിന്നുണ്ടായിരിക്കും വല്ല കൊടുക്കാൻ. സാന്താക്ലോസ് അവിടെ നിന്നേ, അവിടെ നിന്നേ. എന്നാടാ എന്താണ്? അയ്യോ അപ്പച്ചാ, ഇത് ആരാ നോക്കിയേ? നമ്മുടെ പെങ്ങള് ശോശന. ഇത് ശോശനയാണെങ്കിൽ ഇത് കുഴിവെട്ടുകാരന്റെ മോൻ സോളമനായിരിക്കും. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്ന പാപമാണ്. നീ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തോട്ടിയും പിടിച്ചോണ്ട് നടന്നു. എടാ നമ്മുടെ പെങ്ങളെ നമ്മൾ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി. അന്ന് കണ്ടവനോടൊപ്പം എന്റെ പെങ്ങൾ ഒളിച്ചോടി, എന്റെ കുടുംബത്തെ മുഖത്തവൾ കരിവാരി തേച്ചിട്ട് പോകുന്നു. അമ്മേ 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 അമ്മേ. നീ മേലിൽ ഞാൻ അമേരിക്ക തിരിച്ചു പോണവരെ പാടിയാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു മകൻ അമേരിക്കയില്, ഒരു മകനോട് പാട്ടും പാടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരനാണ്. ഒരു ഉത്തരവാദിത്തം 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു. കറിയാപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ? വെള്ളം സമയത്ത് ഒരു കുട്ടി വേണ്ടേ? അപ്പോൾ ഒരു കാര്യം, ഇവരുടെ വിവാഹം നടത്തി കൊടുക്കൂ. കറിയാപ്പാപ്പനെ വയസ്സുകാലത്ത് നോക്കാൻ ആളായില്ലേ? നിനക്ക് ശോശനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ, ശോശനെ ഒരു കാര്യം ചെയ്യാം. വരുന്ന ന്യൂ ഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാം. നടക്കില്ല. ഒന്നിനാണേലും രണ്ടിനാണേലും എന്റെ റാപ്പ് ഉണ്ടാവും, അത് ഉറപ്പ്. എന്റെ ജാക്സ, നിന്റെ റാപ്പ് വേണ്ട. ഇവിടെ ആ കരോള് തന്നെ ഒന്നുകൂടെ ഒന്ന് പോയാൽ മതി. എന്ത് കുളിർമയത്. क्यों हो